എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ 1.5 കിലോ ചിക്കനാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മസ്റ്റാണ്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ നെയ്യ് എല്ലാവർക്കും ഒന്നും അധികം ഇഷ്ടമില്ലാത്തൊരു ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 സവാള, ചെറുതായതുകൊണ്ടാണ് ഒരു 4 സവാള വരെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്ന വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ചിക്കനും അതിൻ്റെ കുറച്ച് ഗ്രേവിയൊക്കെ അതിൽ വന്നിട്ടുണ്ടാകും. അതോട് കൂടിയിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 10 മിനിറ്റിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ബാക്കി ചിക്കൻ വേവാനുള്ളതും കൂടെ ഈ ടൈമിലൊന്ന് വെന്ത് കിട്ടും. ഇനി മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ജാർ എടുക്കുക മിക്സിയിലെ. ഇതിലേക്ക് ഇനി ഒരു 10-16 ബദാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പു ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പട്ട 3-4 കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പൊടിച്ച് കിട്ടുക. അപ്പോൾ ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ വെള്ളമെല്ലാം ഈ ഒരു പരുവത്തിൽ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലൊരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഞാൻ മറന്നുപോയ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തക്കാളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്കും ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി മല്ലിയില, പുതിനയില ഇത്രയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.